ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. നിന്റെ ഉള്ളിലെ ഇരുട്ടിനെ നിനക്ക് ഭയമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് നിർത്തിപ്പോവുക. കാരണം ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ജീവിതത്തിനെ കുറിച്ചല്ല. നിന്റെ ഉള്ളിൽ നിശബ്ദമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ അഴുക്കിനെ കുറിച്ചാണ്. സൈലന്റ് നെക്രോസിസ്. നീ ഇതിന് തയ്യാറല്ലെങ്കിൽ ഈ വീഡിയോ കാണരുത്. Consider this only a warning. This is not a philosophy for the weak. We are not discussing life. We are witnessing the silent decay within you. If you fear the cold embrace of the world, go back now. Silent necrosis has already begun. എന്നാ തോന്നാ നീ എപ്പോഴെങ്കിലും ഒരു ശവത്തെ കെട്ടി പിടിച്ചിട്ടുണ്ടോ? ബിക്കോസ് ദാറ്റ് കോൾഡ് ഹോണസ്റ്റ് സ്കിൻ ഈസ് ദ ഓൺലി ട്രൂത്ത് യു വിൽ എവർ ടച്ച്. ജീവിച്ചിരുന്ന തുന്നിച്ചേർത്ത കള്ളങ്ങളുടെ മുഖംമൂടികൾ അവിടെ അവസാനമായിരിക്കും. എ ഡെഡ് ബോഡി ഹാസ് നോ മോർ മാസ്ക് ടു വിയർ. It is the weight of absolute stillness pressing against your chest. കണ്ണുകൾ അടയ്ക്കൂ. Feel that silence crawling into your veins like a poison you always carry. നമ്മൾ പേടിക്കുന്ന മരണം നിന്റെ ഭാര്യയാണെന്ന് നീ കരുതുന്നുണ്ടോ? Death is not an event waiting for you. It is your current reality. നീ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും നിന്റെ ഉള്ളിലൊരു നിശബ്ദമായ അഴുക്കൽ പടരുന്നുണ്ട്. The road doesn't start when you stop breathing. It is a poetic decay happening while you still move. നിന്റെ ഓരോ ഓർമ്മയും നിന്റെ ഓരോ സ്വപ്നവും സാവധാനം ചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. This is what I call silent necrosis. നിന്റെ തന്നെ അവസാനത്തിലേക്ക് സ്വാഗതം. The achieve of your own ashes. നമ്മുടെ തുടക്കം തന്നെ ഒരു അവസാനമായിരുന്നു. നമ്മൾ ജനിച്ചു വീണത് ഏതെങ്കിലും വെളിച്ചത്തിലേക്കല്ല, മറിച്ച് ശൂന്യതയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു തെറ്റിലേക്കാണ്. എക്സിസ്റ്റൻസ് വാസ് നെവർ എ ചോയ്സ്. ഇറ്റ് വാസ് എ വയലന്റ് ഇൻസ്ട്രക്ഷൻ. യു ആർ സമോൺ ഫ്രം ദ പ്ലേസ് ഓഫ് നോൺ എക്സിസ്റ്റൻസ് ഇൻടു ദ ചോയ്സ് ഓഫ് ദ ഫ്ലഷ്. പ്രകൃതിയുടെ ഒരു നിശ്വാസത്തിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ച ഒന്നാണ് മനുഷ്യൻ. നമ്മൾ നേടി എന്ന് അവകാശപ്പെടുന്ന ഈ ബോധം, കോൺഷ്യസ്നസ്, യഥാർത്ഥത്തിൽ ഒരു മാറാ രോഗമാണ്. പ്രകൃതി നമ്മളെ ശപിച്ചു. നമ്മൾ മരിക്കാൻ പോണവരാണെന്നും വെറും മാംസ കഷ്ണങ്ങൾ മാത്രമാണെന്നും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ആ ഒരു തിരിച്ചറിവ് നൽകിക്കൊണ്ട് അവർ നമ്മളെ വേട്ടയാടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ മാട്രിക്സ് നിർമ്മിച്ചത് എന്തിനാണ്? മതങ്ങൾ, നിയമങ്ങൾ, കരിയർ, ഇതെല്ലാം ഇരുട്ടിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ ഉണ്ടാക്കിയ വെറും നിഴൽ നാടകങ്ങൾ മാത്രമല്ലേ? നമ്മൾ ഭയപ്പെടുന്നത് ആ ശൂന്യതയാണ്. Because the world doesn't have a face and we are obsessed with masks. The skin is just a shroud. The bone is just a moment to your inevitable collapse. നിന്റെ മുഖത്ത് നോക്കി നീ ചിരിക്കുന്നുണ്ടാവും, പക്ഷേ സത്യത്തിൽ നീ കാണുന്നത് അഴുകാൻ വിധിക്കപ്പെട്ട ഒരു ശവത്തിനെ മാത്രം. നിന്റെ ഞരമ്പിലൂടെ ഒഴുകുന്ന രക്തം മരണത്തിലേക്കുള്ള ദൂരത്ത് അളക്കുന്ന ഒരു മരണ ഘടികാരം മാത്രമാണ്. നിന്റെ ഓരോ ഹൃദയമിടിപ്പും നിന്റെ അവസാനത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പാണ്. യു ആർ നോട്ട് എ സോൾ. യു ആർ എ കെമിക്കൽ റിയാക്ഷൻ ഹാപ്പനിങ് ഇൻസൈഡ് എ മീറ്റ് സ്യൂട്ട്. യുവർ ലവ്, യുവർ പെയിൻ, യുവർ ഫിലോസഫി is just a sparks in a piece of grey meat called the brain. നിന്റെ ഈ പേരും വ്യക്തിത്വമൊക്കെ വെറും കള്ളങ്ങൾ മാത്രം. ഒരു കാറ്റടിച്ചാൽ കൊഴിഞ്ഞു പോകുന്ന പൂക്കളെ പോലെ. നമ്മൾ ഈ വളർച്ച എന്നൊക്കെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അവസാനത്തിലേക്ക്, ആ അഴുക്കിലേക്ക് പോകുന്ന പ്രക്രിയ മാത്രമാണ്. Life is just a slow process of rotting while you are still breathing. ഈ ഭീകരമായ സത്യത്തെ നേരിടാൻ ധൈര്യമില്ലാത്തവരാണ് ദർശനങ്ങളെ സ്വർണ്ണ വരികളിൽ പൊതിഞ്ഞു വിൽക്കുന്നത്. ഈ പ്രപഞ്ചം ഒരു വലിയ ശവപ്പാമ്പാണ്. നക്ഷത്രങ്ങൾ കത്തുന്നത് നമുക്ക് വെളിച്ചം തരാനല്ല, ശൂന്യതയുടെ വിശപ്പടക്കാൻ മാത്രമാണ്. നീ കരഞ്ഞാലും ചിരിച്ചാലും ഈ പ്രപഞ്ചത്തിന്റെ ഹൃദയത്തിൽ ഒരു വിറയലുണ്ടാവാൻ പോണില്ല. The universe is not cruel. It is indifferent. And indifference is far more terrifying than cruelty. ഈ പ്രപഞ്ചത്തിന് ഇന്ന് വെറുക്കാൻ പോലും സമയമില്ല. നിന്റെ ഏറ്റവും തീവ്രമായ സങ്കടത്തിന്റെ നിലവിളിയും
ഈ നിശബ്ദതയുടെ കടലിൽ ഒരു ചെറിയ ഓളം പോലും ഉണ്ടാക്കില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുമ്പോഴും ആ നക്ഷത്രങ്ങൾ യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവരുടെ ഏകാന്തമായി നൃത്തം തുടരും. നമ്മളൊരു മാട്രിക്സിൽ കുടുങ്ങി കിടക്കുകയാണ്. പണം സമ്പാദിക്കാനും വിജയിക്കാനും നമ്മൾ പ്രേരിപ്പിക്കുന്ന ഈ സിസ്റ്റം നമ്മുടെ ശൂന്യതയെ മറയ്ക്കാനുള്ള ഒരു മരുന്ന് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ. പണം, വിജയം, സമ്പാദ്യം. ആക്ച്വലി കാറ്റലിസം ഈസ് ദ മോട്ടർ സിസിഫസ്. നമ്മളൊരു കല്ല് മുകളിലോട്ട് ഉരുട്ടുന്നു, അത് താഴേക്ക് വീഴുമെന്ന് അറിഞ്ഞിട്ട് ആ തിരിച്ചറിവിലാണ് യഥാർത്ഥ ഇരുട്ട്. Hope is a cancer, burn it out. Ambition is a chain, break it. There is no legacy, there is only the void. നീ കെട്ടിപ്പണത നിന്റെ ഞാൻ എന്ന അഹങ്കാരത്തിന്റെ കൊട്ടാരങ്ങൾ തകർന്നു വീഴട്ടെ. ആ തകർച്ചയിലാണ് യഥാർത്ഥ സത്യത്തിന്റെ ആദ്യത്തെ വെളിച്ചമുള്ളത്. നമ്മൾ പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വെളിച്ചം വെറും വഞ്ചകൻ മാത്രമാണ്. ആഴങ്ങളിലെ ഇരുട്ട് മാത്രമാണ് സത്യസന്ധമായിട്ടുള്ളത്. നിന്റെ പ്രതീക്ഷകളുടെ ചങ്ങലയൊക്കെ പൊട്ടിക്കുക. നിന്റെ ആത്മാവിന്റെ അഴുക്കെന്ന് ഒരു പൂ വിടരുന്ന പോലെ ശാന്തമായി ഉൾക്കൊള്ളുക. നമ്മളൊരു ശൂന്യതയിൽ മുഴുകുന്ന, ആരും കേൾക്കാത്ത, ആരും ഒടുങ്ങാത്ത ഒരു നിലവിളികൾ മാത്രമാണ്. ആഴമാണ് ഏക സിംഹാസനം, ഇരുട്ടാണ് ഏക സത്യം. ശൂന്യതയാണ് ഏക യാഥാർത്ഥ്യം, നിശബ്ദതയാണ് ഏക ഉത്തരം.